നമസ്കാരം. നാടോടുമ്പോൾ നാട്ടിലൂടെയുള്ള ഈ സഞ്ചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ടൂറിസം രംഗത്ത് കേരളം ഇന്ന് ഒരു കുതിപ്പിൻ്റെ പാതയിലാണ്. എമർജിംഗ് കേരളയും KTM-ഉം ഒക്കെ വിരൽ ചൂണ്ടുന്നതും അതിലേക്കാണ്. ടൂറിസം രംഗത്തെ സംരംഭകരും KTM-നെ പ്രതിനിധീകരിച്ച പ്രൊമോട്ടർമാരുമായ ഡോക്ടർ P. വാസുദേവനും ശ്രീ പ്രശാന്ത് വിയും ഇതിനെക്കുറിച്ച് വിശദമാക്കുകയാണ് ഇന്ന്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാകുന്നത് ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണോ? അവാച്യമായ രമണീയതയും അനന്യമായ കാലാവസ്ഥയും അതിസൗഭോഗം പകരുന്ന പൈതൃകവുമെല്ലാം വിനോദസഞ്ചാരത്തിൻ്റെ വിളഭൂമിയാക്കി മാറ്റുകയാണ് നമ്മുടെ കേരളത്തെ. ഈ രംഗത്തെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? നാടോടുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ രംഗത്തും കടന്നു വരണം? ആലപ്പുഴയുടെയും വയലാറിൻ്റെയും ഗ്രാമീണതയുടെ പശ്ചാത്തലത്തിൽ എമർജിംഗ് കേരളയിലും കേരള ട്രാവൽ മാർട്ടിലും പങ്കെടുത്ത ടൂറിസം പ്രൊമോട്ടർമാരുടെ നിഗമനങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇവിടെ. കാണാം. മാറേണ്ട വിനോദസഞ്ചാര മേഖല മാറുമ്പോൾ. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കൊച്ചിയിൽ കേരള ട്രാവൽ മാർട്ടിന്റെ 7ാമത് സംഗമം നടക്കുകയാണ്. വിശ്വസുന്ദരമായ കേരള ഭൂവിലേക്ക് കണ്ണും കരളും അർപ്പിച്ചെത്തുന്ന സഞ്ചാരികളെ ആനയിക്കുവാനും അവാച്യമായ സൗന്ദര്യം അനുഭവവേദ്യമാക്കുവാനും അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തുവാനുമാണ് ഈ ഉദ്യമം ലക്ഷ്യമിടുന്നത്. കേരളീയ മനോഹാരിത വിദേശ ടൂർ ഏജൻസികളെ പറഞ്ഞു മനസ്സിലാക്കി നമ്മുടെ സൗകര്യങ്ങളും സാഹചര്യങ്ങളും അറിയിച്ചു കൊടുക്കുകയാണ് ഈ സഞ്ചാര വിപണി ലക്ഷ്യമിടുന്നതും. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൂറിസം രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യം ഇവിടെ പ്രസക്തമാവുകയുമാണ്. എമർജിംഗ് കേരളയിലും ട്രാവൽ മാർട്ടിലും പങ്കെടുക്കുകയും ടൂറിസം സാധ്യതകൾ വിലയിരുത്തുകയും ചെയ്ത ടൂറിസം പ്രൊമോട്ടർമാരായ ഡോക്ടർ P. വാസുദേവനും V. പ്രശാന്തും ഇക്കാര്യങ്ങൾ ദൂരദർശനുമായി പങ്കുവയ്ക്കുകയാണ്. ആലപ്പുഴയിലെ സുപ്രധാനവും 1ാം സ്ഥാനത്തെയും ടൂറിസം സഞ്ചാര കേന്ദ്രമായി മാറിയ വയലാറിലെ വസുന്ധര സരോവറിൽ പറിച്ചുനട്ട 185 വർഷം പഴക്കമുള്ള വെച്ചൂർ ഇല്ലത്തിലിരുന്ന് കേരളത്തിന്റെ പൈതൃക ടൂറിസം സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ P. വാസുദേവൻ ആദ്യം പ്രതികരിച്ചത്. സർ, നമസ്കാരം. നമസ്കാരം. കേരളം എന്ന് പറയുന്നത് ശരിക്കും പാരമ്പര്യ തനിമയുള്ള ഒരു നാടാണ്. അപ്പോൾ നമ്മളുടെ പാരമ്പര്യത്തിൻ്റെ ആ ഒരു എലമെൻസിനെ നമുക്ക് ടൂറിസവുമായിട്ട് എങ്ങനെ മേർജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റും? ഇത് ഒരു റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഒരു ഭാഗമാണത് ഞാൻ കണക്കാക്കുന്നുള്ളത്. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പുരാതന കൾച്ചറിനെ കാണിക്കണം. ബേസിക് കൺസെപ്റ്റ് ഈസ് എത്നിക് കേരള വിത്ത് മോഡേൺ ഫാസിലിറ്റീസ്. എൻ്റെ സ്വന്തം അനുഭവം, ഒന്ന് കളരിക്കോവിലകം റൺ ബൈ CGH. അതൊരു പ്രാവശ്യം പോയി കണ്ടാൽ മതി. ഞാൻ ഉള്ളിൽ പോയിട്ട് നോക്കിയിട്ടുള്ളത്, പുറത്തുനിന്ന് വിസിറ്റേഴ്സ് മുഴുവൻ ചെയ്യുന്നത് നടക്കല്ല, വീഡിയോ ക്യാമറ എയിമിരിക്കുകയാണ് റൂഫിലേക്ക്. കാരണം അത്രയും കൊത്തുപണി എൻ്റെ മുകളിൽ, അതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. അതുമാതിരി എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ട് ഒരു 34 വീട്. ഞാൻ പോയിട്ട് അതിൻ്റെ CD വരെ ഉണ്ടാക്കിയതാണ്. ഒരു പ്രാവശ്യം അത് വാങ്ങിക്കാൻ നോക്കിയതാണ്. പിന്നെ ആണ് അറിഞ്ഞത് അത് ആർക്കിടെക്ചറൽ മോണുമെൻ്റാണ്, അതിൻ്റെ അവിടെ നടക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ നടക്കേണ്ടതെന്ന് ഞാൻ വെച്ചു. പിന്നെ തുടങ്ങാൻ പറ്റില്ല. ഇപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട് ഒരു ദിവസം പോയിട്ട് അതിൻ്റെ ഉള്ളിൽ വല്ല ആയുർവേദമോ നടക്കാമെന്നുള്ളത്. അതൊന്നും ഇനി കാണാൻ കിട്ടില്ല. നമ്മൾ വരുന്ന തലമുറയ്ക്ക് കാണാനേ പറ്റില്ല. ഒന്നും ഓരോ തൂണൊക്കെ ഇത്രയൊക്കെ വീതി വണ്ണ, അതുമാതിരി നമ്മൾ ഈ ബീംസ് ഉണ്ടല്ലോ, അതൊന്നും അത്ര ഒരു ജോയിൻ്റില്ലാത്ത നീളത്തിലുള്ള മരമൊന്നും ഇനി കാണില്ല എവിടെയും. ഇറ്റ്സ് ഇമ്പോസിബിൾ. അപ്പോൾ അത് നമ്മൾ തലമുറയ്ക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചേക്കണം. അതിന് ഗവൺമെൻറ് അതിന് ആർക്കിടെക്ചറൽ മോണുമെൻ്റായിട്ട് തിരിച്ചേക്കുന്നെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഇതിൽ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഗോവയ്ക്ക് പറ്റിയ മാതിരി പറ്റാൻ പാടില്ല ഇവിടെ. അതും ടൂറിസത്തിൽ അവർ ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കുന്നത്. കാരണം ഓവർ എക്സ്പോഷറും പിന്നെ അതേ സമയത്ത് ഈ വേണ്ടാത്ത ഒരുപാട് ഇത് വരുന്നുണ്ട്. ഹിപ്പി കൾച്ചറിനെ കൂടെ ആയിരുന്നു, പിന്നെ ന്യൂഡിസം, പിന്നെ ഒന്നിനും ഒരു കൺട്രോൾ ചെയ്യാതെ കൊണ്ട് അങ്ങനെ പോകാൻ പാടില്ല. അതിനുവേണ്ടി ഗവൺമെൻറ് ഒരു പുതിയ ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ടു മോണിറ്റർ. യു ക്യാൻ സേ മോറൽ പോലീസ്.
കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തനതായ ഒരു ശില്പകലയുണ്ട്, ആർക്കിടെക്ചറുണ്ട്, അത് തരത്തിലുള്ള ട്രഡീഷണൽ ആർട്ട് ഫോംസ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പാരമ്പര്യത്തിൻ്റെ എലമെൻസിനെ വിദേശികൾ ശരിക്കും അവരെ ശരിക്കും അട്രാക്ട് ചെയ്യുന്നതാണ് ഈ എലമെൻസ് ഒക്കെ. അപ്പോൾ അതിനെ നമുക്ക് ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഈ ഒരു മേഖലയിൽ നമുക്ക് വളർച്ച കൊണ്ടുവരാൻ പറ്റും? വളരെ നന്നായി മെർജ് ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ ബി സോ മെനി പീപ്പിൾ ബി എൻജോയിങ് ദാറ്റ് ഓൾസോ. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. തോൽപ്പാവ കുത്തിര കാണിച്ചപ്പോൾ ആ കുട്ടികൾ ഒരു കുട്ടി ഒന്ന് ടോയ്ലറ്റിൽ പോയി മടങ്ങി ഷി വാസ് ആസ്കിങ് വേർ ദ സ്റ്റോറി ഹസ് റീച്ച്ഡ്. ഇറ്റ് വാസ് അബൌട്ട് രാമായൺ. മറ്റേ നമ്മൾ രാമൻ കാട്ടിൽ പോയിട്ടുള്ള അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ള രാമൻ എവിടെ എത്തിയെന്ന് ചോദിക്കണം വന്നിട്ട്. സോ ഇഫ് എ ഫോറിൻ ഗേൾ ഹൂസ് അറൗണ്ട് 16 or 17 years teenager can ask this question, I would say that everyone would be very much interested. അപ്പോൾ നമ്മൾ പല വിദേശികളെ നോക്കിക്കഴിഞ്ഞാൽ അവർ നാട്ടിൽ വരുന്നത് തന്നെ ഇപ്പോൾ മോഹിനിയാട്ടം പഠിക്കാൻ, കഥകളി പഠിക്കാനൊക്കെയാണ്. ഇവിടെ തന്നെ താമസിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആർട്ട് ഫോംസിനോട് അവർക്കൊരു തീർച്ചയായും ഒരു ആകർഷണീയത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവരത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മുടെ എപ്പിക്സ്, മഹാഭാരതം, രാമായണം ഒക്കെ തന്നെ അത്തരത്തിലുള്ള കൾച്ചറൽ വാല്യൂസ് ഉള്ള സംഭവങ്ങളെ നമുക്ക് എങ്ങനെ അവരിലേക്ക് ആ ഒരു എക്സ്പോഷർ കൊടുക്കാൻ പറ്റും, ഇതുവഴി എന്ത് പ്രയോജനമാണ് നമുക്ക് കിട്ടുക? ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഫസ്റ്റ് വന്ന ജോർജിയ എന്ന് വന്ന കുട്ടികളെ കൊണ്ടുവന്നത് 2 കൊല്ലം കലാമണ്ഡലത്തിൽ പഠിച്ച ഒരു പ്രൊഫസറായിരുന്നു, ഫോറിനർ, അമേരിക്കൻ. അയാളെ കൊണ്ടുവന്നിരുന്നത്. പിന്നെ വേറൊരാളുണ്ടായിരുന്നു, നമ്മളെ ആർക്കിടെക്റ്റിനോട് ബന്ധപ്പെട്ട ഒരാളുണ്ടായിരുന്നു, അവരങ്ങ് കൊണ്ടുവന്നു. അങ്ങനെ അവർ ഇവിടെ വന്നതന്നെ. അങ്ങനെ ആൾക്കാർ നമ്മളെ കൾച്ചർ ലോകത്ത് വെച്ച് നോക്കിയാൽ ദ ബെസ്റ്റ് എന്ന് പറയാം. ബെസ്റ്റ് അല്ല, ഏറ്റവും പഴയെന്ന് പറഞ്ഞാൽ ചൈനീസാണ്. അത് കഴിഞ്ഞ് നമ്മളുടെയാണ്. അപ്പോൾ ആ കൾച്ചറിന് വിലയുണ്ട്. തനത് കലകളും സാംസ്കാരിക മഹിമയും കേരളത്തിൻ്റെ പാരമ്പര്യ പൊലിമയുടെ പ്രതിരൂപങ്ങൾ തന്നെയാണ്. അത് ടൂറിസം രംഗത്ത് വികലമാക്കാതെ ശരിയായി പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. മാത്രമല്ല നമ്മുടെ ആയുർവേദവും. സഹസ്രാബ്ദങ്ങൾ പേറുന്ന ഈ ചികിത്സാ പാരമ്പര്യം വികലമാക്കാതെയും ആധുനികതയ്ക്കൊത്ത് വിളമ്പുകയും വഴി ആരോഗ്യ ടൂറിസം മേഖലയിലെ നേട്ടങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. സർ, വളരെ സമ്പന്നമാണ് നമ്മുടെ ആയുർവേദ മേഖല എന്ന് പറയുന്നത്. അതിന് ടൂറിസം സെക്ടറിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്? ആദ്യം ആയുർവേദം, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയുർവേദം എനിക്കറിയാവുന്നത്തോളം, ഒന്ന്, ആയുർവേദം ഈസ് നോട്ട് എ ട്രീറ്റ്മെൻറ്റ്, ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. അത് നമ്മൾ ജനിച്ച അന്ന് മുതൽ തന്നെയാണ്. നമ്മളെ മൈത്തോളജി പ്രകാരം പണ്ട് പാലാഴി മന്ത്രം നടന്ന് പോയപ്പോൾ പല സാധനങ്ങളും കിട്ടി. എല്ലാം കഴിഞ്ഞ് അവസാനം കിട്ടിയത് അമൃതമായിരുന്നു. അത് സാധാരണ അമൃത കിട്ടി, അത് മറ്റൊരു എന്താ പറയുക, രാക്ഷസന്മാരെ കയ്യിൽ പോയി, അസുരന്മാരെ കയ്യിൽ പോയി. പിന്നെ അത് അവിടുന്ന് വിഷ്ണു മായായിട്ട് പോയിട്ട് മടക്കി വാങ്ങിച്ചു. അപ്പോൾ അവിടുന്ന് തുടങ്ങുന്നു ധന്വന്തരി ഭഗവാൻ എന്നും ആയുർവേദം അവിടുന്ന് തുടങ്ങുന്നു. അത്രയും പഴയതാണ്. ആയുർവേദത്തിൻ്റെ സാധ്യതകളെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടൂറിസം രംഗത്ത് തീർച്ചയായിട്ടും ഒരു വളർച്ചയുണ്ടാക്കാൻ ആയുർവേദത്തിന് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയില്ലേ? കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ഇപ്പോൾ ആയുർവേദത്തിൽ ഇപ്പോൾ എന്തോ പറഞ്ഞില്ല, നിങ്ങൾക്ക് എന്താ മരുന്നുണ്ട്? സാധാരണ വെജിറ്റബിൾസ്. ഇപ്പോൾ അത് വെണ്ടയ്ക്കാലും വേണില്ല, കയ്പ്പയ്ക്കാലും വേണില്ല. പക്ഷേ ഈ കണ്ണി കണ്ട മസാല കൂടിച്ചാക്കുന്നത് വെറുതെ തരാം, ഒരു ബ്ലാൻഡ് ഫുഡാണ് തരാം. കഴിക്കാൻ പറ്റുന്നുണ്ട്. ഒരാഴ്ച പോയിരുന്നാൽ മതി, നിങ്ങൾ ഷുഗറൊക്കെ കമ്മിയായിക്കോളും, ഷുഗറും പ്രഷറൊക്കെ ശരിയായിക്കോളും. ഇപ്പോൾ സാർ, നമ്മളിപ്പോൾ വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു സ്ഥലത്തൊരു സംരംഭം തുടങ്ങുമ്പോൾ ശരിക്കും എന്തൊക്കെയാണ് ആദ്യ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്? ഇപ്പോൾ ഇങ്ങനൊരു സംരംഭം ഇവിടെ തുടങ്ങി ഇത് നമ്പർ 1 ആക്കാനായിട്ട്, 1ാം സ്ഥാനത്ത് എത്തിക്കാനായിട്ട് എന്തൊക്കെയാണ് ആദ്യം വേണ്ട ഘടകങ്ങൾ? എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ഒന്ന്, ദ കമ്മ്യൂണിറ്റി ഹാസ് ടു ബി ഇൻവോൾവ്ഡ്. ഒന്നത്. രണ്ടാമത്, നമ്മളിവിടെയുള്ള പ്രകൃതി ഭംഗി നശിപ്പിക്കാൻ പാടില്ല. കഴിയുന്നത്ര മരങ്ങൾ ഉള്ള മരം നിർത്തണം, വെട്ടിക്കളയാൻ പാടില്ല മരങ്ങളൊന്നും. മൂന്നാമതുള്ളത്, യു ഷുഡ് വർക്ക് വിത്തിൻ ഇതിനൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കഴിയുന്നത്ര നിന്നിട്ട് വർക്ക് ചെയ്യണം. 100% നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു 99% നിന്നിട്ട് ചെയ്യാം. പ്രകൃതിയെ നോവിക്കാതെ, പ്രകൃതി ഭംഗിയെ അലോരസപ്പെടുത്താതെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് പറയുന്ന ഡോക്ടർ പി വാസുദേവൻ കേരളത്തിൻ്റെ പ്രത്യേക ഭൂമിശാസ്ത്രം പരിഗണിച്ച് തീരദേശ പരിപാലന നിയമത്തിൽ ഭേദഗതി വേണമെന്ന പക്ഷക്കാരൻ കൂടിയായി മാറുകയാണ്. കടലിൻ്റെയും കായലിൻ്റെയും തീരങ്ങളിൽ നിശ്ചിത ദൂരപരിധിക്കൊത്ത് നിർമ്മാണമാകാമെന്നാണ് വ്യവസ്ഥ. എന്നാൽ ജലാശയങ്ങളാൽ സമ്പന്നമായ മേഖലകളിൽ ഇളവ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്.
പ്രകൃതിക്കും ആവാസ വ്യവസ്ഥയ്ക്കും കോട്ടം തട്ടാത്ത വിധം. കഴിഞ്ഞ ദിവസം അങ്ങ് CRZ കുറിച്ച് സൂചിപ്പിച്ചു. ആ ഒരു സോണിനെ കുറിച്ച് ഒന്ന് വിശദമാക്കാം. ഡിബേറ്റ് ചെയ്യാനുള്ള കാര്യമാണ്. അതുകൊണ്ട് പറയുന്നതിൽ എൻ്റെ അഭിപ്രായം പറയുന്നത് മാത്രം. എൻ്റെ അഭിപ്രായം കാരണം ഇപ്പം ഇന്നത്തെ നിലയിൽ പറയുന്നത് CRZ ഞാൻ ഈ കണക്ഷൻ ഇറങ്ങിയപ്പോൾ 100 മീറ്റർ ഹൈ ടൈഡിൽ നിന്ന് വിട്ടുന്നതാണ്. ഓക്കെ, ഹൈ ടൈഡ് ലൈൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പിന്നെ പല ഓർഗൻസുണ്ട്. ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സെസ് ആയിരുന്നു, സെൻറ്റർ ഫോർ എർത്ത് ആൻഡ് സ്റ്റഡീസ്. അവരൊന്ന് നോക്കിയിട്ട് എൻ്റെ ഹൈ ടൈഡ് ലൈൻ എടുത്തത് ദാറ്റ് വാസ് ബിയോണ്ട് ദി പഞ്ചായത്ത് റോഡ്, മറ്റേ പ്രോപ്പർട്ടി കൂടെ. അവിടുന്ന് പിന്നെ 100 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് വെള്ളം വന്നു. ഇൻസ്റ്റൻസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ നിലയിൽ. അത് പിന്നെ നമ്മൾ കോർട്ട് പോയിട്ടാണ് അതിനെപ്പറ്റി വാദിച്ചിട്ട് പിന്നെ CRZ ക്ലിയറൻസ് കിട്ടിയത്. കാരണം നമ്മളെ വാദം ഒന്ന് മാത്രമേ വന്നേ, ഇവിടെ ഒരു എത്രയോ കൊല്ലം പഴയതായിട്ട് ഒരു ബണ്ട് ഓൾറെഡി ഉണ്ട്. അവിടെ എൻ്റെ മുകളിൽ വീടുമുണ്ട്, ആൾക്കാർ താമസിച്ചിട്ടുണ്ട്. ഇവിടെ തെങ്ങ് നോക്കിയാലൊക്കെ 50-60 കൊല്ലം പഴയ തെങ്ങുകളാണ്. ഇപ്പോൾ കുമരക്കത്തിൽ CRZ അപ്ലിക്കബിൾ അല്ല, കാരണം അവിടെ ഈ തണ്ണിമുഖം ബണ്ട് കെട്ടി. ഓക്കെ, അതുകൊണ്ട് സാൾട്ട് വാട്ടർ അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് അവിടെ അത് ബാധകമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നാച്ചുറൽ ബണ്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് ഇത് ആയിക്കൂടാ? അപ്പോൾ ഇപ്പോൾ സാർ പറഞ്ഞു വരുന്നത് കേരളത്തിൽ മൊത്തം ഒരു നിയമമാക്കി മാറ്റണം എന്നാണോ, അതോ എങ്ങനെയാണത് സൂചിപ്പിച്ചത്? അല്ല, മൊത്തം നിയമം ഇപ്പോഴുള്ള നിയമത്തെക്കാളും കുറച്ച് ഇളവ് ചെയ്യണം. കാരണം കേരളത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. പ്രത്യേകത ഇത്രയും കൂടുതൽ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് വേറെ ഒന്നുമില്ല ഇന്ത്യയിൽ, അൺലെസ് യു ഗോ ടു ഡൽഹി ആസ് എ സ്റ്റേറ്റ്. കാരണം നമുക്ക് രണ്ട് കാര്യം. ഒന്ന്, നമ്മളിപ്പോൾ വേറെ വലിയ ഇൻഡസ്ട്രി ഒന്നുമില്ല. ടൂറിസമാണ് മെയിൻ ഇൻഡസ്ട്രി, വിച്ച് ഈസ് ആക്ച്വലി ഏർണിങ് എ ലോട്ട് ഓഫ് മണി. അപ്പോൾ ടൂറിസം സ്ഥലങ്ങളിൽ ടൂറിസം ബേസ്ഡ് നമ്മളെ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ടാണ് ടൂറിസം മുഴുവൻ നടക്കുന്നത്. ഒന്ന് ബാക്ക് വാട്ടറാണ്. അപ്പോൾ ബാക്ക് വാട്ടറിൻ്റെ പക്കത്ത് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ? അതുകൊണ്ട് അതിനെ കുറച്ച് ഇളവാക്കണം. 100 തുടങ്ങിയപ്പോൾ പിന്നെ അത് 50 ഇപ്പോൾ 50 ഞാൻ പറഞ്ഞാൽ 25 എന്തുണ്ടായിക്കൂടാ? ഇതോടൊപ്പം നിക്ഷേപ സംഗമത്തിലും ട്രാവൽ മാർട്ടിലും പങ്കെടുത്ത മറ്റൊരു പ്രൊമോട്ടർ കൂടിയായ വി പ്രശാന്തും ഇതേ നിലപാടുകൾ ആവർത്തിക്കുകയായിരുന്നു. ആഭ്യന്തര ടൂറിസത്തിനു കൂടി പ്രാധാന്യം നൽകുക വഴി വിനോദസഞ്ചാര മേഖല പുഷ്ടിപ്പെടുത്തുവാനാകും. ഒപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും വേണമെന്ന് പ്രശാന്ത് ചൂണ്ടിക്കാട്ടി. Till now we've been targeting only foreign tourists. അപ്പോൾ നമ്മുടെ കൺട്രീൻ്റെ ഉള്ളിൽ domestic tourism is also equally stronger. India is growing, people have that dispensable income. Make it suitable and facilitate domestic tourism. Adengane, how is it possible? By probably reducing airfares, by talking more about different states, especially Kerala, to people up Mumbai upwards don't know much about the state. They all think Kerala varna Madras ana. Kerala South Indian is just Madras. The geography is very poor for that matter. So something to do. I know Kerala tourism has done lot of things in the international market, but it's time that we tell our own countrymen about about this beautiful state. ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിംഗ് ആണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇപ്പോൾ KTM പോലെയുള്ള വെഞ്ചേഴ്സ് കേരളത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കുക? ഈ മാർക്കറ്റിംഗ് വഴി എത്തരത്തിലുള്ളൊരു എക്സ്പോഷർ നമുക്ക് ലഭിക്കും? We're taking part in KTM, and we have a big place also showcasing our hotel, whatever we can talk about it. And plus we are also offering complimentary rooms to the travel agents to come and experience the flavor of Vailar, for that matter. So such fairs are very important for us because it becomes a common platform to interact with the important travel agents. In fact, they're going to come and talk to us. So we see it as a big exposure. It's very important for anyone related to tourism to take part in such kind of fairs. വയലാർ എന്ന് പറയുന്നത് വളരെ പ്രകൃതിരമണീയമായ ഒരു സ്ഥലമാണ്. ഇപ്പോൾ കുമരകം പോലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി വയലാറിനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും? As opposed to Kumarakam, നമ്മുടെ Vailar is much more in laid back and sleepy village, if I can say. എന്നുവെച്ചാൽ കുമരകം ഇപ്പോൾ കുറേ crowded ആയി. I'm not saying that it is not beautiful. It's absolutely, the Kumarakam has been the so-called backwater destination of the world. But what we are trying to showcase here is, like you said, local flavors. That is the experience that we want to give to people, which is to experience Kerala. Don't just come and stay here, but we want you to experience it.
അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സമീപനം നമുക്ക് അനുകൂലമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ ഒരു സപ്പോർട്ട് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ വയലാറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? If you have got your heart set on something, and if you have a passion, you can definitely achieve. So the first and foremost thing that as a request that comes from our hotel is to look at Vayalar also as a destination. There are so many, everyone talks about the negative, but look at the proximity to the airport, look at the existence of backwater here also. This whole village has been relying on only coir. So if government helps us in different manners to promote tourism, there will be more people who will be willing to set up enterprises here. Tourism, any hotel, it's always good for the overall area, overall development, because a lot of things that we consume every day comes from the locals. We have some local people also working in the hotel. So the first and foremost is a change in mindset. This can also be looked as a tourist destination. That's the most important help that the government can do for us at this point in time. കേരളം ടൂറിസം രംഗത്ത് പുരോഗമിക്കുമ്പോൾ അതിനൊത്ത് നമ്മുടെ വിപണന തന്ത്രങ്ങളും മെച്ചപ്പെടുത്തണമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. കേരളീയ തനിമയൂറുന്ന നാടൻ ഭക്ഷണത്തിനുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം. വിദേശികളും അന്യസംസ്ഥാനക്കാരായ സഞ്ചാരികളും കേരളീയ തനത് ഭക്ഷണ രീതി ഇഷ്ടപ്പെടുന്നതും അനുഭവങ്ങളിലൂടെ ഇവർ ചൂണ്ടിക്കാട്ടി. നമ്മളുടെ ക്യൂസീൻ വളരെ ആകർഷകമായ ഒരു ഘടകമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. നമ്മൾ കേരള ഫുഡ് ഇതുവരെ ഇവിടെ നമ്മൾ റിസോർട്ടിൽ കൊടുക്കുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ടുള്ളൂ. പലതരം ക്യൂസീനുണ്ട്. അത് ആലപ്പുഴ മീൻ കറിയാലും വേണ്ടില്ല, മീൻ കറി വിത്ത് പച്ചമാങ്ങയാലും വേണ്ടില്ല, അല്ല പിന്നെ കേരള ചെട്ടിനാട് ചിക്കനായാലും വേണ്ടില്ല. So many different varieties of food. ദോശ, തട്ടുദോശയാലും വേണ്ടില്ല. All North Indians were just having that only. സാമ്പാറാണ് കുടിക്കേണ്ടത് തോന്നുന്നത് സൂപ്പാണോ കുടിക്കാൻ തോന്നുന്നു. സാറിന് ഒരുപാട് വിദേശ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ട് എന്തൊക്കെ പ്രത്യേകതയാണ് കേരളത്തിനുള്ളത്, അല്ലെങ്കിൽ കേരളം എന്ന ടൂറിസം സെക്ടറിലേക്ക് ഇവരെ ആകർഷിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ബാക്ക് വാട്ടർ. എവരിബഡി കമ്മിങ് ഹിയർ ടു സീ ബാക്ക് വാട്ടർ. അതുമാത്രമല്ല എൻ്റെ 1-2 ഫ്രണ്ട്സ് ശരിക്കും ഇവിടെ വന്ന് കാണുന്നുണ്ട്. ഒരുപാട് പ്രചോദനം തന്നിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് എന്നാണല്ലോ സർ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ എങ്ങനെ ആലപ്പുഴയ്ക്ക് ഒരു വളർച്ച ലഭിക്കും, അല്ലെ അതിൻ്റെതായ ഒരു പ്രയോജനം ആലപ്പുഴയ്ക്ക് ഉണ്ടാവുമോ? ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ പീപ്പിൾ ആർ ലിവിങ് ഇൻ വാട്ടർ. ദാറ്റ്സ് എ ഡിഫറൻസ്. പിന്നെ ഇവിടെ നോക്കി എവിടെയും ഗ്രീനറിയാണ്, എല്ലായിടത്തും ഗ്രീനറിയാണ്. അതൊന്നുമില്ല അവിടെ. അതുകൊണ്ട് വെനീസ് എനിക്കിഷ്ടമല്ല. ഞാനിത് പറയുകയും ചെയ്തു അന്ന്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റും പറഞ്ഞു ആലപ്പുഴ ഈസ് ആലപ്പുഴ, വെനീസ് ആലപ്പുഴ വാസ് ദ ബെസ്റ്റ്. അപ്പോൾ സാർ പറഞ്ഞു ഗ്രീനറി, പച്ചപ്പ് വളരെ വലിയൊരു ഫാക്ടറാണ്. ഇതുപോലെയുള്ള മറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പിന്നെ ഈ വാട്ടർ ഫ്രണ്ട്, എവിടെ പോയാലും വെള്ളം. ഇപ്പം നിങ്ങൾ സീരടുത്ത് പോയെന്നുള്ളൂ, ഐ ക്യാൻ പേഴ്സണലി എന്നെ സംബന്ധിച്ച് അവിടെ ഇരിക്കാം. അതും വേവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം, കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. അത് ഒരു വിധത്തിൽ നമ്മൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ കൂടെ നമ്മൾ ഭഗവതി എന്ന് പറയും. അതും അതേമാതിരി എന്തൊരു എനർജിയാണ് അവിടെ അതിൻ്റെ ഉള്ളിൽ. ഒരു വെള്ളച്ചാട്ടം കാണണോ, അതും എനർജിയാണ്. ഈ എനർജിയൊക്കെ എന്താണ്? എൻ്റെ കണക്ക് എനർജി ഗോഡാണ്. കേരളം നയനമനോഹരവും ആസ്വാദ്യദായകവുമായ പ്രദേശങ്ങളുടെ സംഗമമാണെന്ന് ചൂണ്ടിക്കാട്ടുമ്പോഴും ആലപ്പുഴയുടെയും ആധുനിക കുമരകമായി തീരുന്ന വയലാറിൻ്റെയും പ്രാധാന്യം ഇവർ എടുത്തു പറയുന്നു. കായൽപ്പരപ്പും നെൽവയലേലകളുടെ പച്ചപ്പും ബോട്ട് സവാരിയും ഒക്കെയാണ് സഞ്ചാരികൾക്ക് ഇന്നും പ്രിയം. അത് കൂടുതൽ വിപണന സാധ്യത നൽകുന്നുവെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. സാർ, ഇപ്പോൾ KTMനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്നിരുന്നാലും ഒന്നുകൂടി ചോദിക്കട്ടെ, KTM പോലത്തെ വെഞ്ചേഴ്സ് ഇവിടെ കേരളത്തിൽ വരുന്നത് ടൂറിസം സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രയോജനപ്രദമാണ്? ഞങ്ങൾ എക്സ്പെക്റ്റേഷൻ വളരെ നന്നായി വരുന്നതാണ്, കേട്ടുള്ളത് അങ്ങനെയാണ്. പിന്നെ ഇത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് നെക്സ്റ്റ് ടൈം. അപ്പോൾ ഇതിൽ ഞങ്ങൾ വി ആർ എക്സ്പെക്റ്റിംഗ് എ ലോട്ട് ഓഫ് ട്രാവൽ ഏജൻറ്റ് ടു ബി കമ്മിങ്. അവർ വരും, അവർ നെഗോഷിയേറ്റ് ചെയ്ത് റൂം ബുക്കിംഗ് തരും. ഇപ്പം കേരളത്തിലെ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം എക്സ്പോഷറാണ്? ഇപ്പോൾ എമർജിംഗ് കേരള വന്നു, KTM വന്നു. അപ്പം ഇതൊക്കെ ഈ വെഞ്ചേഴ്സൊക്കെ തന്നെ സംരംഭകർക്ക് എത്രത്തോളം എക്സ്പോഷർ നൽകുന്നുണ്ട്? The hospitality industry business is dependent on the travel agents. So we are going to get both domestic as well as foreign travel agents coming into this thing. It's very important thing for us, because if you don't get that business from this one now, independent വരുന്ന ഒരിക്കലും അത്ര അധികം നമ്പർ കിട്ടില്ല.
See, it's only 60 rooms, but when you multiply by 360, it's quite a big number. അതുകൂടെ fill up ചെയ്യണ്ടേ. അപ്പോൾ expectation was very high and we hope it will